സാബു ഇവിടെ രണ്ടുതരത്തിലുള്ള ഇറച്ചികളുമുണ്ടോ? നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയമുണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ നല്ല സീറ്റിംഗ്. ഞാൻ പോയി നിനക്ക് കിട്ടൂല. പാപ്പത്തിനെ കളിയാക്കുകയും കുറ്റം പറയണോക്കും വേണ്ടി മാത്രം സ്പെഷ്യലായിട്ടൊരു ഐറ്റം വിളമ്പുണ്ട്. ഞാൻ എപ്പോഴും കുറ്റം പറയും. അതുകൊണ്ട് എനിക്ക് 3 പ്രാവശ്യം കിട്ടി. അങ്ങനെ ഒരു കളിയുണ്ട്. പറയേണ്ടത് ഇത് മതി. പോയെ നീ വന്ന് ചേട്ടാ നോക്കി വിളമ്പണേ. എടാ എന്റെ നീ ഇത് ആർക്കൊക്കെ വിളമ്പുന്നത്? ഇത് തീരാറായല്ലോ. ഇനി ആ വെല്ലുവിളിച്ചവരൊക്കെ വരാൻ കിടക്കുന്നു. അവർക്ക് എന്ത് കൊടുക്കും? ആശാനെ ആ സേവിയറുടെയും കുളവാക്കിയതാ. എടോ വന്നേ. ഇതുപോലെ കായം കുറുകിട്ട് കൂട്ടാൻ പറ്റുമോ? നല്ല രുചിയായിരിക്കും. എടോ ഇതിന്റെ അളവ് കൂട്ടാൻ പറ്റുമോ? ഒന്ന് അങ്ങനെയും കൂട്ടാൻ പറ്റുമോ? കുഴി മാന്നിട്ട് കുറച്ച് എല്ലാം എടുത്തിട്ട് എല്ലാം കപ്പ വെക്കായിരുന്നു. ഈ നാറുകൾ മാറിയല്ലേ അതും പറ്റുള്ളൂ. എടാ തിന്നുമ്പോ വീഡിയോ എടുക്കുന്നൊക്കെ പഴയ പരിപാടിയാണ്. നീയൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ? ഏട്ടാ അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എപ്പോ ഞാൻ നേരത്തെ ബീഫ് കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റ്. നല്ല ആഗ്രഹമായിട്ട് ഇപ്പൊ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. കിട്ടണ്ടേ, ഇടയ്ക്കേ ഉള്ളൂ. നല്ല ഉഗ്രൻ ടേസ്റ്റാ. എടാ ആരപ്പോ എല്ലാവർക്കും ബീഫ് കൊടുടാ. ഭാര്യ കോഴിക്കോട് അതെ, വൈകിയല്ലേ വരാന്? തങ്കച്ചനപ്പുറത്തില്ലേ? വെള്ളം കുറവല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. കൈ കഴിയും. അവിടെ പോയി കിടക്കാം. ഞാൻ കൊടുക്കാം. നിങ്ങൾ കഴിക്കാം. ആ രണ്ടുപേരും സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുക. ഉഗ്രം ബീഫാ. ഉഗ്രം കഴിക്കും. കുഴച്ചങ്ങോട്ട് പിടി. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് അതുപോലെ അങ്ങോട്ട് കഴിക്കേ. അപ്പനീ കാണിച്ചതേ ഭയങ്കര മോശമായി പോയി. എനിക്കറിയാം. ഈഗോ ഈഗോ ശരിക്കും അഭിമാനിക്കുമല്ലേ വേണ്ടത്, അല്ലേ? പെരുന്നച്ചന്റെ ഈഗോയാ. അതെ, അവിടെ പോയി പറ അഭിമാനിക്കാൻ. ഒരു പെരുന്തച്ഛനും മോനും. ഞാൻ പോട്ടെ മോളെ, അവിടെ ആ പോളി വരുന്നുണ്ട്. ഏത് പോളി? ആ വക്കീലിനെ അറിയോ? അതിന് അമ്മച്ചിക്ക് എന്താ? എന്നാ നീയും കൂടെ പോര്. എന്നെ കൊണ്ടൊന്നും ഇവനാ പോളിയോടുള്ള ദേഷ്യം ഇതുവരെ തീർന്നില്ലേ? പോളി അവന്റെ അടുപ്പ്. ഒരുപാട് അങ്ങ് അടുപ്പിക്കണ്ട, ഞാൻ അടുപ്പിച്ചോളാം. ആ വെള്ള ശാലിന്റെ കൊച്ചൊന്ന് ചിരിച്ചേ. അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി അറിയാലോ. അത് തന്നെ അത് തന്നെ. അയ്യോ ഒരു കാര്യം വിട്ടുപോയി. അപ്പൊ ഞാൻ വിളിക്കാവേ. ഓക്കെ, അത്യാവശ്യം ആരുണ്ട് ഇങ്ങോട്ട് വന്നേ. എടാ ഇങ്ങോട്ട് വന്നേ. ആ വന്ന ആശാനെ. എടാ നീ പോയേ അച്ഛനെ കുറച്ച് കറി കൊടുത്തിട്ടോ. ആശാനെ അത് ലിസ്റ്റ് പൊളിയും. ഞാൻ ആശാ പോയിട്ടോ. എടാ പരിപാടി കഴിഞ്ഞില്ലേ, നീ പോയി കൊടുത്തിട്ടോ. അല്ല അത് ശരിയാവില്ല ആശാനെ, എനിക്കിത് മൊത്തം ചെക്ക് ചെയ്യാനുള്ള. ആശാൻ പോയിട്ടോ. ചിലപ്പോ കൊടുക്കാൻ പറഞ്ഞു. ഡേയ് റീനെ, ആഹാ സന്തോഷായി. നീ കുരുത്തുള്ളവനാടാ. നീ എന്റെ ശിഷ്യൻ. കൊറേ കാലായി ഇച്ചിരി കാട്ടിറച്ചി കഴിച്ചിട്ട്. ഓ ഇത് ഭരണഘടനൊന്നും അച്ഛനെ തിറക്കി കിട്ടാറുണ്ടെന്ന്. ഈ മുതൽ അച്ഛൻ കഴിച്ചേ കാണൂല. ഇത് കാട് മതിച്ച് കിടക്കുന്ന പുലിയാണ്, പുലി. അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചിയല്ലേ? അച്ഛന്റെ ഒരു കാര്യം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓ പിന്നെ പള്ളി വരാത്ത നിന്റെ സ്തുതി കിട്ടിയില്ലെങ്കിൽ മിശിഹ ഇവിടെ സ്തുതി കിട്ടാതെ ഉറങ്ങാറില്ല. നീ പോടതൊക്കെ തങ്കച്ചു. ഓ വല്യപ്പനെ ഒന്നുകൂടെ കണ്ടാലോ? വല്യപ്പൻ എപ്പോഴേ തീർന്നു. കാർന്നൂര് പോയോ? ലോട്ടറി ഇത് ഈ പാപ്പത്തിന് ഇവിടെ പോയി കിടക്കുക. അച്ഛൻ ഇത്രയും കറിയും കൊണ്ട് പോയതാ. അച്ഛനെ ഇള്ളാ കുഞ്ഞോ വാരി കൊടുക്കാൻ. അല്ല സമയത്ര ലൈറ്റ് ഇട്ട വണ്ടി. ലൈറ്റ് ഇട്ടോ? ഈ നൈറ്റ് ഇട്ട വണ്ടി എന്റെയാ. ആൾക്കാർ പിന്നെ വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇത് എത്ര പേരെ വിളിച്ചറിയേ? പോലീസുകാരെ വിളിച്ചിട്ടുണ്ടോ? പാപ്പച്ചൻ ഇവിടെ ഇല്ലേ? ഇല്ല, സാറുമാര് കയറിയിരിക്കും. വളമാൻ വേറെ ആളുണ്ടോ? സാറേ ഓട്ടോ അവിടെ ഉണ്ട്. ഇവരെന്നെ റോഡ് പോകണം. രണ്ടെണ്ണം വിട്ടിട്ട് കഴിഞ്ഞായിരിക്കും. ചോദിച്ചു നോക്കിയാലോ? കുട്ടി സാറേ ഞാൻ വെപ്പുകാരനാ. ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളേ. സാറേ എടുത്തോ. എന്താ ചേട്ടാ ആകെ പ്രശ്നമായി. വീട്ടിൽ നിറച്ച ഫോറസ്റ്റുകാരാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. പിന്നെ നമ്മുടെ തങ്കച്ചേട്ടന്റെ ഓട്ടോ അവർ കൊണ്ടുപോയി. വണ്ടി മാറ്റണം.
വണ്ടി മാത്രമല്ല ആശാൻ എങ്ങോട്ടേലൊക്കെ മാറിക്കും. അവര് പിടിച്ചാ നല്ല ഇടി ഇടിക്കും. പിന്നെ ഇടികൊള്ളാൻ ഞാൻ നിൽക്കാം. ഇത് പിടിച്ച് സെക്കൻഡ് പോയാൽ മതി. നേരെ രജിയുടെ കർഷടിക്ക് ആയിരിക്കും. അല്ലെങ്കിൽ വേണ്ട, നേരെ പള്ളിപ്പുറമെ കൊണ്ടിട്ട് എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും. സൂക്ഷിക്കണം. ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ വയ്യ. ആശാനെ അനുഗ്രഹിക്കണം. നീ മാറിക്കില്ല. അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം. പള്ളി പോയേ ഉള്ളൂ, അപ്പോഴത്തേക്കും പണിയൊന്നുമില്ല കർത്താവ്. ബെന്നി, എന്തോരം പടിയാവും പണിഞ്ഞു വെച്ചിട്ട്. ബെന്നി, എടാ ബെന്നി, ബെന്നി എവിടെ പോയി കിടക്കും? കാര്യമില്ലേ ബെന്നി? പേടിക്കണ്ട, ഞാൻ സിസിലി. ബെന്നില്ലേ ഇവിടെ? ബെന്നിച്ചിന് ഇവിടെ ഇല്ലല്ലോ. വൈകുന്നേരം തങ്കച്ചൻ ചേട്ടന്റെ ഓട്ടോയിൽ കയറി പോണ കണ്ടതാ. അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ. ഓ, എന്താ എന്തേലും പ്രശ്നമുണ്ടോ? ആ ചെറിയൊരു അല്ലല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ ആരുമില്ലേ? സാറേ, അടുപ്പയിലോട്ടൊന്നും കയറാൻ നേരമായിട്ടില്ല. ആ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. എടീ, ഞാനിപ്പോ ഇങ്ങ് വരും. നീ വയലടിച്ചു കിടന്നോ. കീഴടങ്ങാൻ പാപ്പച്ചന് പേടിയുണ്ടായിട്ടല്ലേ. അതിന് ഈ 3 ഫോറസ്റ്റുകാർ പോരാ. കേന്ദ്രം വരും, അല്ലെങ്കിൽ വരുത്തും. അതുവരെ ബാബു ചേട്ടാ, ഓ കുറച്ച് ദിവസത്തേന് ഇനി വെട്ടണ്ട കേട്ടോ. ഇന്നലത്തെ 4 നാളത്തെ ഒക്കെ ഷീറ്റ് കിടക്കുക. എന്നാ ശരി, ഞാൻ മാറിയേക്കുവാ. ആ, അല്ലെങ്കിലും വെട്ട് നിർത്താറായിണ്ട്. പകുതി പട്ടയും മരപ്പാ. ആ, ആ. നിർത്ത് ഇവിടെ തന്നെ. കർത്താവേ, അപ്പച്ചൻ. എന്നാ വെച്ചേ, നീ എവിടെയെങ്കിലും പോവാൻ നിൽക്കണോ? ഹേയ്, ഇല്ലപ്പച്ച. അല്ല, തുണിയൊക്കെ മാറിയിക്കണോണ്ട് ചോദിച്ചതാ. അതെ, പേടിക്കാനൊന്നുമില്ല. ഞാൻ മാതാവേ, അവരെന്താ പറഞ്ഞ? ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവുമെന്ന് ദൈവത്തിനറിയാം. ആ നാരിയുടെ കൂടെ കൂടി നടന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി. ഒരു നായാട്ടുകാരൻ. അതെങ്ങനാ? അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ. ഒരു വേട്ടക്കാരൻ. അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം. അങ്ങനെ മാറിയേക്ക്. കാശ് വല്ലതും ഉണ്ടോ കയ്യില്? ആ, എന്നാ ഇത് വെച്ചോ. അല്ലേലും ജയിലിൽ കിടക്കണോ എന്ത് ശമ്പളം കിട്ടാൻ? ഉണ്ട കിട്ടും.
കോടതി പോക്കില്ലെങ്കിലും മൂത്ത മരുമ വക്കീലായത് നന്നായി. മാതാവേ കാത്തോളണേ. സ്ലിപ്പായതാ. തന്തപ്പടി പോയോ? എന്നാന്നാ? അല്ല, അപ്പച്ചൻ പോയോ? വക്കീല് മരുമോനെ കണ്ടിട്ട് വരും. ഇനി വരൂ. ബെന്നിച്ചിനെങ്ങാനും അവർ ഉപദ്രവിക്കുവോ? ഏയ്, എന്നാത്തിന്? അതാണ് ഈ ഫോറസ്റ്റേഴ്സിന്റെ പ്രത്യേകത. ഭയങ്കര രസമാണ്. എനിക്ക് എത്ര കേസുള്ളതാ. അല്ല, ഈ വീട്ടിൽ സാരിയാണ് കൊടുക്കാറുള്ളത്. ഇന്നലെ പക്ഷേ ഒന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? ഞാനല്ലേ പറയണത്, ഒന്ന് സ്പർശിക്ക പോലും. അല്ലല്ലേ സാറേ? ഓ, അല്ലല്ലേ സാറേ? എന്റെ വിസ റെഡി. പിന്നെ ഇതൊക്കെ ഒരു ദൈവനിയോഗമെന്ന് എനിക്ക് തോന്നുന്നത്. ഏത്? അല്ല, ഞാൻ കാട്ടിക്കറി ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസിൽ 2ാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് എന്റെ കൂട്ടുകാരനായി പറഞ്ഞു അല്ലേ? ആ, കൂട്ടുകാരനായോണ്ടാ 2ാം പ്രതി ആയത്. ബെന്നിച്ച നല്ലവനാ, ഒരിക്കലും ഒറ്റ കൊടുക്കില്ലേ. സാറേ, പാപ്പച്ചനാ വെടിവെച്ച് വെട്ടിയതൊക്കെ പാപ്പച്ചനാ. തൂക്കുവാന്ന് അറിയട.